ഗുഡ് മോർണിംഗ് ഓൾ. ഓട്ടോക്യാഡിൻ്റെ 2D ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഹാരിസ്. ഐ എം എ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിത്ത് 6+ years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിസൈൻ, ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് ഓട്ടോക്യാഡിൻ്റെ. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓട്ടോക്യാഡിൻ്റെ പ്ലാറ്റ്ഫോം എന്താണ്, ഓട്ടോക്യാഡിൻ്റെ നമുക്ക് സാധ്യതകൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നറിയാൻ പോകുന്നത്. ഈ ഓട്ടോക്യാഡ് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വന്നത്. കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ ടീച്ചിങ് ലെവലിലുള്ള ഒരാളല്ല. ഞാനൊരു എഞ്ചിനീയറായിട്ട് പ്രൊഫഷണലി ഓയിൽ ആൻഡ് ഗ്യാസിലും MEP ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലെവലിലും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കുറേ ആളുകളെ കണ്ട് എല്ലാ ഫീൽഡുകളിലും ഓട്ടോക്യാഡ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓട്ടോക്യാഡ് ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എല്ലാം ഡ്രാഫ്റ്റിംഗ് അറിയാമെന്ന് പറഞ്ഞ് എഞ്ചിനീയേഴ്സ് എല്ലാം ജോയിൻ ചെയ്യുമ്പോഴും അവർക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസരങ്ങൾ വരുമ്പോഴും അവർ കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോക്യാഡ് ഡ്രാഫ്റ്റിംഗ് ലെവലിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുമ്പോഴും നമ്മളൊരു ഡ്രോയിങ് കൊടുത്ത് അവരെങ്ങനെ ഓട്ടോക്യാഡ് വരയ്ക്കുന്നു, ആ ഡ്രോയിങ്ങിനെ എങ്ങനെയാണ് പഠിച്ച് വരച്ച് എങ്ങനെയാണ് സിമ്പിളായിട്ട് ആ ഡ്രോയിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫീൽഡുകളിൽ. എല്ലാവരും തന്നെ ഓട്ടോക്യാഡ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഡെപ്ത് ആയിട്ട് ആർക്കും ഇപ്പോഴും ഓട്ടോക്യാഡ് എന്താണ്, എങ്ങനെയാണ് ഓരോ ടൂൾസിൻ്റെ യൂസേജസ് എങ്ങനെയാണെന്ന്, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു കമ്പനിയോട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെയായിട്ടൊരു സ്റ്റാൻഡേർഡ് ഡ്രോയിങ് വരച്ചെടുക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊരു കമ്പനിയിൽ ചെന്നാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെ കുറേ ഡിഫിക്കൽട്ടീസ് എല്ലാം ഫേസ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഈ ഓട്ടോക്യാഡ് ലെവലിലേക്ക് വരുന്ന എല്ലാവരും തന്നെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഓവർകം ചെയ്യും. എല്ലാ രീതിയിലും നമ്മൾ പഠിക്കും. നമ്മൾ ഓരോ ടൂൾസും ഇൻഡെപ്തായിട്ട് ഓട്ടോക്യാഡ് പഠിക്കും. അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫ്രഷ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിലാദ്യം എന്തൊക്കെ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളൊരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോഴും അത് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ എന്തൊക്കെ ആദ്യം ചെക്ക് ചെയ്യണം, അതിൽ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു പോർഷൻ നമ്മൾ എങ്ങനെ വരച്ച് തുടങ്ങണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് ഈ ഓട്ടോക്യാഡിൽ ഡ്രോയിങ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ എടുത്തിന് ഓട്ടോക്യാഡ് 2013 ആണ് ഞാൻ നമ്മൾ ഓട്ടോക്യാഡ് പഠിച്ച് തുടങ്ങാൻ പോവാണ്. അതിനു വേണ്ടി നമുക്കൊരു പഠിക്കാൻ കുറച്ചും കൂടി ഈസി പ്ലാറ്റ്ഫോമായിട്ട് ഓട്ടോക്യാഡ് 13 ക്ലാസിക് മോഡലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ കാണാം ഓട്ടോക്യാഡ് ക്ലാസിക്. അപ്പം നമുക്ക് ഇപ്പോൾ ഓട്ടോക്യാഡ് 2020 വരെയും അവൈലബിൾ ആണ്. നമുക്ക് എല്ലാത്തിലും എങ്ങനെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. ടൂൾസിൻ്റെ പൊസിഷനിൽ വരുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് നോർമലായിട്ടുള്ളത്. ഓട്ടോക്യാഡിൻ്റെ അകത്ത് നമുക്ക് ടൂൾസ്, ഇതൊക്കെ ഓരോരോ ടൂൾസാണ് നമുക്കിവിടെ കാണാം. കുറേ ഇതിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തെടുത്ത് വരയ്ക്കാം. അതല്ലെങ്കിൽ ഓട്ടോക്യാഡ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഓരോ ടൂൾസിനും ഓരോ കമൻസുകളുണ്ട്. ആ കമൻ്റ് അടിച്ച് നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് കമൻ്റ് ആക്റ്റീവാക്കി ഓരോ ടൂളിനെ ആക്റ്റീവ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് വരച്ച് പോകും. നമ്മൾ രണ്ട് രീതിയിലും പഠിക്കും. ഇവിടുന്ന് ടൂൾസ് ക്ലിക്ക് ചെയ്തെടുത്ത് വരയ്ക്കാനും പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ കമൻ്റ് അടിച്ച് ആക്റ്റീവ് ചെയ്ത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. സോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ഒരു ഓട്ടോക്യാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൽ കാണാം ഓട്ടോക്യാഡ് ക്ലാസിക് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണുന്നുണ്ട് ഓട്ടോക്യാഡ് ക്ലാസിക്. ഒരു കമ്പനികളിലേക്ക് വരുമ്പോൾ കമ്പനികളിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ. ഈ ഒരു ഓപ്ഷനിലായിരിക്കും കമ്പനികളിലേക്ക് വരുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്ലാസിക്കിനെ ഡ്രാഫ്റ്റിങ്ങിലേക്ക് ഇട്ട് കാണിച്ചു തരാം എന്താ വ്യത്യാസമാണ് വന്നത്. നമുക്കൊന്ന് ക്ലാസിക്കിൽ എന്താണെന്നൊന്ന് ജസ്റ്റ് കാണിക്കാം മൊത്തം. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രാഫ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ചസും നമുക്കൊന്ന് ജസ്റ്റ് കാണാം. സോ ഓട്ടോക്യാഡ്
ക്ലാസിക് ഉണ്ട്. ഇത് നമുക്ക് വർക്ക് സ്പേസ് സ്വിച്ചിങ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണിക്കും, വർക്ക് സ്പേസ് എന്നൊക്കെ കാണിക്കും. ഓക്കെ, നമുക്ക് വർക്ക് സ്പേസ് സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷൻസാണ്. നമുക്ക് ഇതിലിട്ടും ചെയ്യാം, ഇതിലിട്ടും വർക്ക് ചെയ്യും. 3D മോഡലിംഗ്. ഈ 3D മോഡലിംഗ് എല്ലാം നമ്മൾ പറയുന്നത് 3D ലെവലിൽ കുറേ സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓട്ടോക്യാഡിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓട്ടോക്യാഡിൻ്റെ അകത്ത് ഇവിടെ ഓപ്ഷൻ ഉണ്ട് 3D. ഈ 3D ബേസിസ് അല്ലെങ്കിൽ 3D മോഡലിംഗ് നമുക്ക് ഓട്ടോക്യാഡ് 2Dയും പഠിക്കാം, 3Dയും ഉണ്ട്. ഈ ഓട്ടോക്യാഡിൻ്റെ അകത്ത് 3Dയുടെ സാധ്യതകൾ ഇപ്പോഴത്തെ ഒരു ഫീൽഡ് ലെവൽ അനുസരിച്ച് വളരെ കുറവാണ്. പക്ഷേ 2D ആണ് ഇപ്പോൾ എല്ലാ ഒരു ഫീൽഡിലും. ഓട്ടോക്യാഡിനെ ഓവർകം ചെയ്തൊരു 2D സോഫ്റ്റ്വെയർ ഒന്നും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ 3D ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫീൽഡുകളിലും വേറെ കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ലെവലിലാണെങ്കിൽ 3D Max അവൈലബിൾ ആണ്. അതല്ല, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ MEP ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോക്യാഡിന് റിവറ്റ് MEP അവൈലബിൾ ആണ്, BIM സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇതിലൊക്കെ കുറച്ചുകൂടിയും 3D ലെവൽ ഇച്ചിരി ബെറ്ററായിട്ട് വരയ്ക്കാം, ഈസി ആയിട്ട് വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്ന ഫീൽഡിനെ ഏതിനെ ബേസ് ചെയ്താണോ അതിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറേ പാർട്ടായിട്ട് വരുന്നുണ്ട് കുറേ ഓരോ സോഫ്റ്റ്വെയറിലും. അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡിൽ ബേസ് ചെയ്ത് നമുക്ക് അതിനുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസിലാണെങ്കിൽ PDMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, PDS 3D അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് 3D ഡ്രാഫ്റ്റിംഗ് ഓട്ടോക്യാഡ് പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആരെയും. കാരണം 3D പഠിച്ചത് കൊണ്ട് കാര്യമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 2D ആണ് ഇപ്പോഴും ഒരു നല്ലൊരു ഇതുള്ളത്. 2Dയിലാണ്. 2Dനെ ഓവർകം ചെയ്ത് ഒരു സോഫ്റ്റ്വെയറും ഇല്ല. എല്ലാ ഫീൽഡുകളിലാണെങ്കിലും, ഇന്റീരിയർ ഫീൽഡുകളിലാണെങ്കിലും, ഡിസൈൻ, ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റിംഗിനുള്ള എല്ലാം, ഒരു കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും, ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും, മാനുഫാക്ചറിങ് ലെവലിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഓട്ടോക്യാഡ് 2Dക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് ജസ്റ്റ് പഠിക്കാം. ഇത് നമ്മൾ ക്ലാസിക് സ്വിച്ചിങ് ചെയ്യുന്ന ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ക്ലാസിക്കാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. നമുക്ക് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് പഠിക്കാം. ഈ ഒരു പോർഷൻ, ഈ ഒരു ബ്ലാക്കിൽ കാണുന്ന ഒരു പോർഷൻ 2D വയർ ഫ്രെയിം എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇവിടെ ഇതിന് 2D വയർ ഫ്രെയിം ടോപ്പ് വ്യൂവിലാണ് നമ്മളിത് കിടക്കുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് വേൾഡ് കോഓർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. വേൾഡ് കോഓർഡിനേറ്റ് സിസ്റ്റം ആണത്. സോ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിലേക്ക് തിരിക്കണം അങ്ങനെ. നമ്മൾ നോർമലി എപ്പോഴും 2D എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് 3D ഒക്കെ വരയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള ഓപ്ഷൻസും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമ്മളിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നതെല്ലാം. ഓക്കെ, ഈ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിലെ ഒരു സൈഡിൽ നമുക്ക് കുറേ ടൂൾസ് കാണാം. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ എഴുതി കാണിക്കും, ലൈൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൂൾസ് ഒക്കെ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ടൂൾസാണ്. സോ ഈ ഒരു ടൂൾസ് നമുക്ക് എല്ലാം കൂടി ഡ്രോയിങ് ടൂൾസ് എന്ന് പറയും. ഡ്രോയിങ് ടൂൾസ് അല്ലാതെ ഇതിൻ്റെ അടിയിൽ വേറെയും കുറച്ച് ടൂൾസ് വരുന്നുണ്ട്. കുറേ ഹാച്ച് ചെയ്യാനുള്ളതും, ഒരു ടെക്സ്റ്റ് അടിക്കാനുള്ളതും, ബ്ലോക്ക് ചെയ്യാനുള്ളതൊക്കെ. സോ ഇവിടം വരെയാണ് ഡ്രോയിങ് ടൂൾസ്. ഈ ഒരു ബാറിന് നമ്മൾ ഡ്രോയിങ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ടൂൾസ് ഇവിടെ കാണാം. സോ ഇവിടെ വരുമ്പോൾ ഇതെന്താ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ഇറേസ് ചെയ്യാൻ, ഇത് കോപ്പി ചെയ്യാൻ. സോ ഈ ഒരു സെക്ഷൻ നമ്മൾ ഡ്രോ ചെയ്ത ഐറ്റത്തിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ടൂൾസാണ്. സോ ഇതിനെ നമുക്ക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫൈ ടൂൾ ബാർ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ടൂൾ ബാറാണത്. ഡ്രോ ചെയ്ത ഐറ്റത്തിനെല്ലാം മോഡിഫൈ ചെയ്ത് നമുക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് മാറ്റിയെടുക്കുന്ന ടൂളാണിത്. നമുക്കിതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ പോർഷൻസ് കാണാം. ഇൻഫർ, സ്നാപ്പ് ഗ്രിഡ്, ഓർത്തോ, പോളാർ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് കാണാം. സോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി, ഡ്രോയിങ് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ യൂസ് ചെയ്യുന്ന കുറേ ടൂൾസാണിത്. സോ ഇത് നമുക്കിതിന് ഈ ഒരു ടൂൾ ബാറിനെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. അതുപോലെ തന്നെ
ഓട്ടോക്യാഡ് ഈസിയസ്റ്റ് ടൂൾ ബാർ എന്ന് പറയും. സ്റ്റാറ്റസ് ബാർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോക്യാഡ് ഈസിയസ്റ്റ് ടൂൾ ബാർ. നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വൈറ്റ് ആയിട്ടൊരു ഇത് കാണാം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ടൈപ്പ് എ കമൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ ടൈപ്പ് എ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോക്യാഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തൊരു ഇത് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു ഇതിനെല്ലാം ഒരു കമൻറ്റ് ഉണ്ട്, ആ കമൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് വരയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ എവിടെയാണോ ഈ ഒരു നമ്മുടെ ഈ മൂവിങ് പോയിൻ്റ് ഇരിക്കുന്നത് എവിടെയാണോ, സോ ഈ ഒരു ഇതിനെയാണ് ക്രോസ് ഹെയർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു മൗസ് പോയിന്റിന് ക്രോസ് ഹെയർ എന്നാണ് പറയുന്നത്. ഈ ക്രോസ് ഹെയർ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി എന്താണ് ആക്റ്റീവ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇത് ലൈനാണ്, ഇതിൻ്റെ ഒരു കമൻറ്റ് എല്ലാണ്. ഞാൻ ചുമ്മാ ഒരു അടിച്ച് ജസ്റ്റ് എൻ്റർ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ലൈൻ ആക്റ്റീവായി. ഈ ലൈൻ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കമൻറ്റ് ബാറിൽ കാണിക്കുന്നുണ്ട് ലൈൻ കാണിക്കുന്നുണ്ട്. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് കാണിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ തന്നെ അടുത്ത പോയിന്റ് ചോദിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. സോ ഇത് ലൈൻ വരയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചതല്ല. ഈ ഒരു പൊസിഷനിൽ ഈ ഒരു കമൻറ്റ് ബാറിൽ നമുക്ക് എന്ത് ടൂളാണോ നമ്മൾ ആക്റ്റീവ് ചെയ്തിരിക്കുന്നത് അത് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ആ ടൂൾ പഠിക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യണം നമ്മൾ ഇവിടെ വെച്ചാണ്. ഇവിടെ കാണിക്കും നമ്മൾ എന്തെടുത്താലും ഇവിടെ കാണിക്കും എന്താണ് ആ ടൂൾ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് കൊടുത്താലാണ് അടുത്തടുത്ത ടൂളിൻ്റെ പർപ്പസ് കിട്ടുന്നുള്ള എല്ലാം ഇവിടെ നമുക്ക് കാണിക്കും. ഓക്കെ, ഞാൻ ഒന്നും കൂടി ലൈൻ ഇവിടെ നിർത്തും. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് കാണിച്ചു, നെക്സ്റ്റ് പോയിന്റ് കൊടുത്താൽ അങ്ങനെ പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ നമ്മൾ എന്ത് ടൂൾ എടുത്താലും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം ഇവിടെ നമുക്ക് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ കണ്ടോ. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്. ഇപ്പം നമ്മൾ ഈ ഒരു 5 ലൈൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇറേസ് ചെയ്തു. അതാണ് ഇവിടെ കണ്ടത്. ഇറേസ് 5 ഫൗണ്ട്സ് ഇറേസ് ചെയ്ത് കളഞ്ഞതാണ് കാര്യം. ഓക്കെ, ഇത് നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ്. സോ ഞാൻ ലൈൻ പിക്ക് ചെയ്തപ്പോൾ തന്നെ കമൻറ്റ് ലൈൻ വന്നു ഈ ഒരു പൊസിഷനിൽ. സോ എന്താണ് ഡ്രോയിങ്ങിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത സ്റ്റാറ്റസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് നോക്കാം. ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ സേവ് ചെയ്യാൻ, ന്യൂ ഡ്രോയിങ്സ് ഓപ്പൺ ചെയ്യാനും അതുപോലെ ന്യൂ ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ മെനു എന്നാണ് പറയുന്നത്. ഈ ഒരു മെനു തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോക്യാഡിൻ്റെ ഒരു ചിഹ്നം കണ്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താലും സെയിം മെനു നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇവിടെയുള്ള എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇവിടെയും നമുക്ക് കിട്ടും. പ്രിൻറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിന് ആപ്ലിക്കേഷൻ മെനു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ നോക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്പേസ്. ഈ ഒരു സ്പേസിൽ നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മൗസിലെ റോൾ ബട്ടൺ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ വരച്ച് സൂം ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലൈൻ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു, എനിക്ക് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, സൂം ഇൻ ചെയ്യുക, സൂമിങ് ഔട്ട് ചെയ്യുക. സോ എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ റോൾ ചെയ്യണ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, പാൻ ചെയ്യുക. ഓക്കെ, സോ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഒരു വലിയ ഡ്രോയിങ് വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഈ സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് പാൻ ചെയ്തൊക്കെ വർക്ക് ചെയ്ത് സ്പീഡാക്കി എടുക്കണം. ഓക്കെ, അത് വരും ക്ലാസ്സുകളിൽ ഞാൻ പറയാം എങ്ങനെയാണ് സൂമിങ് ചെയ്ത് വരച്ച് വരുന്നത്. നമ്മൾ ഓരോ ടൂൾസ് ആക്റ്റീവ് ചെയ്ത് വരയ്ക്കുമ്പോഴും ഈ സൂമിങ്ങും സൂം ഔട്ടും പാൻ ചെയ്യുന്നതിനൊക്കെ കുറേ യൂസേജ് വരുന്നുണ്ട്, സ്പീഡാക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനായിട്ടൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. സൂമിങ് സൂം ഔട്ട് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഫസ്റ്റ് ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളതൊന്ന് ചുമ്മാ റഫാക്കി നോക്കുക. നിങ്ങൾക്ക് പാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, സൂമിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊക്കെ. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ അറിയേണ്ടതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓട്ടോക്യാഡിൽ 2 രീതിയിലാണ് സെലക്ഷൻ വന്നത്. ഞാനൊന്ന് മൗസ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് ഒരു ബ്ലൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബ്ലൂ ആയിട്ട് നമുക്ക് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ടതാണ്, അങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഒരു ഗ്രീനായിട്ട് കാണിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഗ്രീനിലും നമുക്ക് സെലക്ട് ചെയ്യാം. 2 രീതി സെലക്ഷനാണുള്ളത്. ബ്ലൂവിലും സെലക്ട് ചെയ്യാം, ഗ്രീനിലും സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് ഈ ഒരു ലൈൻ ഇതൊക്കെ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്യാം ഓരോന്നോരോന്നും. സോ ഈ ഒരു സെലക്ട് ചെയ്തതിനൊക്കെ നമുക്ക് എസ്കേപ്പ് അടിച്ചാൽ നേരെ ബാക്ക് പോകും. ഏതിനൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ചുമ്മാ എസ്കേപ്പ് അടിച്ചത്, എന്താണെങ്കിലും എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ടൂൾ ആക്റ്റീവ് ആണെങ്കിലും നമ്മൾ എസ്കേപ്പ് അടിച്ചാൽ ടൂളിൽ നിന്ന് പുറത്തു പോകും. നമ്മൾ അറിയാതെ എന്തെങ്കിലും ടൂളൊക്കെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പുറത്തു പോകും. അപ്പോൾ ഈ ഒരു ടൂളിൽ നമ്മൾ എങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഇവിടെ നിന്ന് പച്ച വെച്ചാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു ലൈനിൻ്റെ ഒരു പോർഷൻ ജസ്റ്റ് ക്ലിക്ക് ആയപ്പോൾ തന്നെ ആ ലൈൻ സെലക്ട് ആയി. സോ ഞാൻ ഈ 2 ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയപ്പോൾ 2 ലൈൻ സെലക്ട് ആയി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ഒക്കെ സെലക്ട് ആവും. എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് അടിച്ചു, ഡിലീറ്റ് ആയിപ്പോയി. കൺട്രോൾ ഇസഡ് അടിച്ചാൽ ബാക്ക് വരും. കൺട്രോൾ ഇസഡ് ഒരു 10 ടൈംസ് ഒക്കെ വരെയാണ് കണ്ടിന്യൂസ് നമുക്ക് ബാക്ക് പോകാൻ പറ്റുള്ളൂ, അൺഡു അടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ആവില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക് പോകാൻ പിന്നെ പാടായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഗ്രീൻ വെച്ച് സെലക്ട് ചെയ്തു. ഈ ഒരു ലൈൻ ഞാൻ ഒരു ബ്ലൂ വെച്ച് സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഈ 2 ലൈൻ ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ സെലക്ട് ആവണില്ല ബ്ലൂ വെച്ച് നോക്കിയിട്ട്. ഓക്കെ, ഈ ബ്ലൂ എന്താണെന്ന് പറയാം. ബ്ലൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂവിൻ്റെ ഉള്ളിൽ ഏതാണോ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂവിൻ്റെ ഉള്ളിൽ വരുന്നത് അത് സെലക്റ്റായി. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു 3 ലൈൻ കംപ്ലീറ്റ് ബ്ലൂവിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആ ബ്ലൂ സെലക്റ്റായി. ഈ 3 ലൈൻ സെലക്റ്റായി. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഗ്രീൻ ആണെങ്കിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്താൽ മതി, ബ്ലൂ ആണെങ്കിൽ കംപ്ലീറ്റ് ഒരു എന്താണോ നമ്മൾ വരച്ചത് കംപ്ലീറ്റ് ബ്ലൂയുടെ അകത്ത് വന്നാലാണ് ആ ഒരു ഒബ്ജക്റ്റ്, ഒരു സിംഗിൾ ഒബ്ജക്റ്റുകളെല്ലാം സെലക്ട് ആവുള്ളൂ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്കിൾ, ജസ്റ്റ് ഒരു സർക്കിൾ, കുഞ്ഞൊരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വലിയ പാടാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ബ്ലൂവിൽ സെലക്ട് ചെയ്യും. അപ്പം നമ്മൾക്ക് 2 രീതിയിലാണ്, നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് എല്ലാം കൂടി സെലക്ട് ആവും, അല്ലെങ്കിൽ നമ്മൾ സൂം ചെയ്തിട്ട് വന്ന് ഇതിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ സൂം ചെയ്തൊന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ഡ്രോയിങ്ങിൽ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ ഈസിയാക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2ഉം ചെയ്ത് പഠിക്കുക. ഡ്രോയിങ്ങിൽ 2 രീതി സെലക്ട് ഒക്കെ ചെയ്ത് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പീഡായി വരും. 2 സെലക്ഷനാണ് നമ്മൾ പഠിച്ചത്, ഗ്രീനും ബ്ലൂവും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫ്രഷ് ആയിട്ടൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫയലിൽ ന്യൂ എടുക്കുക. അപ്പോൾ ഈ ഒരു വേർഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ഒരു ഡ്രോയിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ വേറൊരു 15 എബോ അല്ലെങ്കിൽ 40 എങ്ങനെയാണെന്ന് അറിയില്ല, 15 എബോയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വിൻഡോ വന്നതിന് മുമ്പ് ഇതുപോലെ ഒരു വിൻഡോ വരും, ഇതുപോലെ ഫയൽ ന്യൂ ഒക്കെ കാണിച്ചിട്ടുള്ളൊരു വിൻഡോ വരും. നമ്മളൊരു ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഈ ഒരു വിൻഡോ അല്ലായിരിക്കും, വേറൊരു ഓട്ടോക്യാഡിൽ സിമ്പിളൊക്കെ ആയിട്ടൊരു വിൻഡോ വരും. അതിൽ നമുക്ക് ഏത് ഡ്രോയിങ് ആണ് വേണ്ടത്, നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ഡ്രോയിങ് ഏതാണ്, അല്ലെങ്കിൽ ന്യൂ ഡ്രോയിങ് ആണ്, അത് എടുത്ത് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു സ്പേസിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഫയലെടുത്ത് ന്യൂ എടുക്കുക, അതല്ലെങ്കിൽ ഇവിടെയും ഓപ്ഷൻസ് ഉണ്ട്, ന്യൂ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ന്യൂ ഓപ്പൺ, ഇവിടെയും ഉണ്ട് ആ ഓപ്ഷൻസ് എല്ലാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ന്യൂ എടുക്കുക, ന്യൂവിൽ ഡ്രോയിങ് എടുക്കുക. ഓക്കെ, ഡ്രോയിങ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ സെലക്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ കുറേ പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോർഷനിൽ നമ്മൾ AutoCAD ACAD.DWT ഇതാണ് ടെംപ്ലേറ്റ് സേവ് ചെയ്തേക്കുന്നത്. എന്താണ് ടെംപ്ലേറ്റിൻ്റെ യൂസേജ്, എങ്ങനെ, അതൊക്കെ നമ്മൾ അടുത്തടുത്ത് ഇനിയുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ വരും. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഒരു വർക്കിന് വേണ്ടി എടുത്തിട്ടാണ് ടെംപ്ലേറ്റുകളൊക്കെയാണ്. സോ നമ്മളൊരു ഫ്രഷ് ഡ്രോയിങ് ആണെങ്കിൽ ACAD.DWT ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കുക, നമുക്കൊരു പുതിയൊരു ഫ്രെയിം കിട്ടി. ഓക്കെ, സോ ഇവിടെ ഒരു മിനിമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് പുറകെ നമ്മളെന്താണ് വരച്ച ആ ഒരു ഫയൽ നമുക്ക് കിട്ടും. സോ ഇതൊരു 30-ആയതുകൊണ്ടാണ് ഇങ്ങനെ മിനിമൈസ് ചെയ്തെടുക്കേണ്ട ആവശ്യം തന്നെ. ഇതൊരു 15 അല്ലെങ്കിൽ 15 എബോയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓരോ ഡ്രോയിങ് ഇവിടെ അലൈൻ ആവും. ഇവിടെ ഒരു ചെറിയൊരു പോർഷനിൽ ഡ്രോയിങ് 1, പിന്നെ ചെറിയൊരു പോർഷനിൽ ഡ്രോയിങ് 2, 3, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എത്ര ഡ്രോയിങ് അതെല്ലാം വരും.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡ്രോയിങ്ങാണ് എടുത്ത് അതിലേക്ക് ഡയറക്റ്റ് പോകും. ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് വേറെ വലിയ വേർഷനിലേക്ക് വരുമ്പോൾ. അതൊക്കെ നമ്മൾ കാണിച്ചു തരും. നമ്മൾ കുറച്ച് ക്ലാസ്സിൽ ഇതൊക്കെ ഒന്ന് പഠിച്ച് ടൂൾസൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു വേർഷനിൽ എന്താണ് ഇതിൽ വരുന്ന ഡിഫറൻസും കാര്യങ്ങളൊക്കെ പഠിക്കും. AutoCADൻ്റെ അകത്ത് ഈ ഒരു മേളിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ മെനു ആണ്. ഇതിൽ എടുത്താലും നമുക്ക് ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയും വരും. ന്യൂ, ഓപ്പൺ, സേവ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. സോ ഈ ഒരു പോർഷൻ നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇത് ആപ്ലിക്കേഷൻ മെനു. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് ഇവിടെ തൊട്ട് ഈ എൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് പാർട്ടിനെ നമ്മൾ റിബൺ മെനു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഈ രണ്ട് സൈഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡ്രാഫ്റ്റിങ്ങിന് നോട്ടേഷനിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. എന്താണ് അതിൽ വരുന്ന ഡിഫറൻസ്, ഇതൊക്കെ എങ്ങനെയാണ് അവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. സോ ഒരു 2 സെക്കൻഡ് മതി അതിലേക്ക് സ്വിച്ചിങ് ചെയ്യാൻ തന്നെ. ഓക്കെ, അതിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡ്രോയിങ് ടൂൾസുകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഡ്രോയിങ് ടൂൾസ് എല്ലാം ഇങ്ങോട്ട് അലൈനായി. ഡ്രോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അലൈനായി. അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ടൂൾസ്, ഈ സൈഡിൽ കുറേ ടൂൾസ് ഉണ്ടായി, അതെല്ലാം ഇങ്ങോട്ട് അലൈൻ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലെയേഴ്സ് ഇവിടെ സെറ്റായി. ഇതുപോലെ തന്നെ ബ്ലോക്സ്, കളേഴ്സ്, അതെങ്ങനെ കളർ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അപ്പുറത്തെ റിബൺ മെനുവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് സെറ്റായി. ഓക്കെ, സോ ഈ ഒരു സ്വിച്ചിങ് ഈ ഒരു ലെവലിലും ഇതിനെയാണ് നമുക്ക് റിബൺ മെനു എന്ന് പറയുന്നത്. ടോട്ടൽ ഈ ഒരു പാറ്റേണിനെയാണ് റിബൺ മെനുസ് എന്ന് പറയുന്നത്. ഓക്കെ, വലിയ ചേഞ്ചസ് ഒന്നുമില്ല, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. സോ ഇവിടെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് 3D റൊട്ടേഷനൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിലേക്ക് നമ്മളൊക്കെ പിന്നീട് വരും, എങ്ങനെ 3Dയിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ചൊരു കാര്യം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ തന്നെയാണ്, നമ്മളെപ്പോഴും 2D ഡ്രാഫ്റ്റിംഗ് ആണ്, നമുക്ക് ടോപ്പ് വ്യൂ ആണ് വേണ്ടത്. സോ ഞാൻ തിരിച്ച് ഇതിനെ നമ്മുടെ ക്ലാസിക്കിലേക്ക് തന്നെ സ്വിച്ചിങ് ചെയ്യുകയാണ്. ഈ ക്ലാസിക്കിലേക്ക് തിരിച്ച് സ്വിച്ചിങ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൂൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ കുറേ ഡീറ്റെയിലിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് ഇവിടെ സിവിൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിനൊക്കെ സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അതിലേക്കൊക്കെ നമ്മൾ വരുന്നു. അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ഒരു കോഴ്സിൽ AutoCADൻ്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽ ക്ലാസ്സാണ്. എവറി ടൂൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് എല്ലാ വീഡിയോസും നമ്മൾ ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ലിങ്ക് അയക്കും. ചിലപ്പോൾ ബാച്ചായിട്ടാണ് ജോയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബാച്ചിലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് അതിൽ വീഡിയോസ് കാണാം. എല്ലാ ദിവസവും ഈവനിങ്ങിലും അതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 days 6 days ആകുമ്പോൾ നമുക്കത് വരയ്ക്കാനുള്ള കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ത്രൂ അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു കോഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടൂൾസിന് ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ്, ഈ ഡീറ്റെയിലിംഗ് അറിയാത്തതുകൊണ്ട് കുറേ ഇഷ്യൂസ് കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൽ നിന്ന് സോൾവ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ക്ലയൻറ്റ് സബ്മിഷൻ എന്താണ്, എങ്ങനെയാണ് ക്ലയൻറ്റ് സബ്മിഷൻ വരുന്നത്, അതിൽ വരുന്നുള്ള ക്വാളിറ്റി ചെക്കിങ് എന്താണ് ക്വാളിറ്റി ചെക്കിങ്, ഡ്രാഫ്റ്റിങ്ങിന് വരുന്ന ക്വാളിറ്റി ചെക്കിങ് എന്താണ്, എങ്ങനെയാണ് ഒരു ഡ്രോയിങ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്. സോ
നമ്മൾ ക്വാളിറ്റി ലെവലിൽ എങ്ങനെ ഡ്രോയിങ് വരച്ചെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓരോ ടൂൾസ് ഇൻഡെപ്ത് ആയിരിക്കും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. സൺഡേ ഒഴികെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ വീഡിയോസ് വെച്ച് 1-2 വീഡിയോസ് വെച്ച് നമ്മൾ ക്ലാസ് അയച്ചു തരും. നിങ്ങൾക്കിത് 1 മന്ത് കോഴ്സാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. എന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പറുമാണ്. നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാം. ഓക്കെ, ഇത് ഡീറ്റെയിൽസ് ഇനിയും ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.